ഇപ്പോൾ ശ്രീ MP രാഘവൻ MP നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ MP രാഘവൻ, ഇന്നലെ രാത്രി ഉണ്ടായത് ഒട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമല്ല, ഒട്ടും ശുഭകരമായ ഒരു കാര്യമല്ല. ആശുപത്രിയിൽ പോകുന്നത് ജീവൻ രക്ഷിക്കാനാണ്. ആ ജീവന് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ആശുപത്രി സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് കൃത്യമായി നിയമത്തിന്റെ മുന്നിലേക്കും അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് എത്തുക തന്നെ വേണം. താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ സമയത്ത്? സ്കാനിംഗ് മുറിയിൽ ഉണ്ടായിരുന്ന ഒരു പൊട്ടിത്തെറിയാണ് ഇതിന്റെ കാരണമെന്നാണ് അവിടുത്തെ ബന്ധപ്പെട്ട പ്രിൻസിപ്പളും സൂപ്രണ്ടും എന്നോട് പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ അവിടെയുള്ള ഈ പേഷ്യൻസിന് ഒരു പാനിക്കായി മാറി. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. പുകപടലം കൊണ്ട് തിരിച്ചറിയുന്നില്ല. സ്വാഭാവികമായിട്ടും വിദ്യുത് ശക്തി തടസ്സപ്പെടുന്നു. ഇതിന്റെ അകത്ത് ഇപ്പൊ എത്ര പേഷ്യൻസിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ എവിടെ അഡ്മിറ്റ് ചെയ്തു കൃത്യമായി ആദ്യം അവർക്കൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. മൊത്തത്തിലുള്ള പാനിക്കായി മാറി. അവിടെ പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ട വഴി മുഴുവനും ബ്ലോക്കാണ്. സത്യം പറഞ്ഞാൽ റാമ്പന്റെ മേലെ മുഴുവനും പഴയ സാധനങ്ങൾ വെച്ച് നിറച്ചിരിക്കുകയാണ്. ഈ പേഷ്യൻസിനെ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ രാത്രി ഒരു വല്ലാത്തൊരു ഒരു അൺസർട്ടനിറ്റിയാണ് മുഴുവൻ ഉണ്ടായത്. ഏതായാലും ഇന്നലെ എനിക്ക് ഒരു പരമാവധി പേഷ്യൻസിനെ അവർ ഇന്നലെ തന്നെ രാത്രി ആശുപത്രിയിൽ എത്തിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയവരുണ്ട്. അത് കൂടാതെ ഇവിടെ പേഷ്യൻസിനെ ഈ വെന്റിലേറ്ററിലുണ്ടായിരുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന കുറെ ആളുകളെ മാറ്റാൻ ശ്രമിച്ചു. കുറെ ആളുകളെ മാറ്റി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. 4 പേർ മരിച്ചു. അത് ഇതുകൊണ്ടല്ല, മറിച്ച് വളരെ അത്യാസന്ന നിലയിലുണ്ടായിരുന്നവരാണ് മരിച്ചതെന്ന് പറയുന്നു. അതിന് കൃത്യമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഇനിയും മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിട്ടില്ല. എങ്ങനെയാണ് അവർ മരിച്ചത്? 4 മൃതദേഹം ഇപ്പോ മോർച്ചറിയിൽ കിടക്കുന്നു എന്നാണ് അറിയിച്ചത്. അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇവർ കൊടുക്കേണ്ടതാണ് മെഡിക്കൽ കോളേജ്. ഏതായാലും ഈ PMSSYയുടെ പ്രോജക്റ്റിലാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് ആലോചിക്കണം. ഇത് നേരത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റുമായി ഈ പ്രോജക്ട് അനുവദിക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരു MOU ഉണ്ട്. ആ MOUയിൽ പറഞ്ഞത് ഈ മെഡിക്കൽ കോളേജ് ഈ PMSSY റൺ ചെയ്യണമെങ്കിൽ ആവശ്യമായ സ്റ്റാഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണമെന്നായിരുന്നു. പക്ഷെ അടുത്ത കാലം വരെ സ്റ്റാഫിനെ കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ എത്രയോ OTകൾ അവിടെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞു കിടക്കുകയാണ്. കാരണം സ്റ്റാഫില്ല, ഡോക്ടേഴ്സ് ഇല്ല, പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ല. അപ്പോ സത്യം പറഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നു. ഏതായാലും സംസ്ഥാന ഗവൺമെന്റ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ല കാര്യമാണ്. അന്വേഷണം നടത്തി എന്താണ് ഇതിന്റെ കൃത്യമായ നടന്ന കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. MP 2 കാര്യങ്ങളുണ്ട്. ഇന്ന് രാവിലെ ഈ മരിച്ച അതിലൊരു നസീറ എന്ന് പറയുന്ന സ്ത്രീയുടെ ബന്ധുക്കൾ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ അവര് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, വെന്റിലേറ്ററിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഒരാളെ വെന്റിലേറ്ററിൽ സൂക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം. അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേതാണ് അതിലും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോയത് ഈ രോഗികളുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ്. അവർക്ക് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ എമർജൻസി ഡോർ പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിൽ ഒരു ഡോർ തല്ലി പൊളിക്കേണ്ടി വന്നു. അപ്പൊ അതായത് 1.5 വർഷം ഞാൻ പറഞ്ഞത് ഈ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടായിരുന്നു ആശുപത്രിയിൽ. അതിനേക്കാളും വിചിത്രമായി തോന്നിയ എനിക്കൊരു കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന പെട്ടെന്ന് എന്തെങ്കിലും പുറത്ത് എത്തിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന വാഹന സൗകര്യമുള്ള വഴി പോലും അടച്ചിരിക്കുന്നു. അപ്പൊ ഈ അത്യാസന്ന നിലയിൽ കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പോലും വഴിയില്ലാത്ത അവസ്ഥ ഒന്നും സത്യമാണ്. ഏതായാലും എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻസിന് തുടർ ചികിത്സ നൽകാനുള്ള നടപടിയും ഉണ്ടാകണം.
ഇതിപ്പോ നമുക്കറിയാം 1.5 വർഷമായിട്ടേ ഉള്ളൂ ഈ ബിൽഡിംഗ് എന്നാണ് അറിയുന്നത്. കൃത്യമായി നമുക്കറിയാമല്ലോ, ആശുപത്രികളിലൊക്കെ സുരക്ഷാ ഓഡിറ്റ് നടക്കണം, ഒരു അപകടം ഉണ്ടായാൽ അവിടെ എങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു സംവിധാനമൊക്കെ കൃത്യമായ പ്രോട്ടോകോളൊക്കെ ഉണ്ടാവേണ്ട സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന സ്ഥലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന യാഥാർത്ഥ്യമൊക്കെ നിൽക്കുമ്പോഴും അവിടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങളിൽ ഒരു അനാസ്ഥ ഉണ്ടായി എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ പറയാൻ കഴിയില്ലേ? അവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും വേണ്ട തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഒന്നും അതിൻ്റെ അകത്തൊക്കെ മറ്റു പല ഒരുപാട് ഘടകങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. മെഡിക്കൽ കോളേജിന്റെ അകത്ത് സത്യം പറഞ്ഞാൽ അവിടെ എടുക്കേണ്ട പല തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, നടപ്പിലാക്കാൻ കഴിയുന്നില്ല. മറ്റു ചില താല്പര്യങ്ങൾക്ക് വിധേയമാകുന്ന അവിടെ പലപ്പോഴും അതിൻ്റെ അകത്ത് ചിലപ്പോൾ രാഷ്ട്രീയം കടന്നുകൂടുന്നു. ശരി എം പി, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ കോഴിക്കോട് മേയർ ശ്രീമതി ബീന ഫിലിപ്പ് കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ബീന, അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരു സ്ഥലത്ത് ജീവന് ഭീഷണി ഉണ്ടാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും അഭിലഷണീയമായ ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അപ്രതീക്ഷിതമായി വന്നാൽ അത് നേരിടാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇന്ന് രാവിലെ ഈ മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ ആരോപിക്കുന്നത് അവിടെ വലിയ രീതിയിൽ ആ കാര്യങ്ങളിലൊക്കെ വീഴ്ച ഉണ്ടായി എന്നാണ്. മേയർ എന്ന നിലയ്ക്ക് ഇന്നലത്തെ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് കിട്ടിയ വിവരം ഈ പറഞ്ഞതുപോലെ UPSന്റെ ഭാഗത്ത് നിന്ന് തീപിടിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ പുകയ്ക്ക് ഒരു വിതിൻ 10 മിനിറ്റ്സ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണവും വെള്ളിമാട് കുന്നുന്നു അവിടെ നിന്നൊക്കെ നമ്മുടെ ഫയർഫോഴ്സ് കുതിച്ചെത്തി അവരാ തീയെല്ലാം അണച്ചു. അതിനുശേഷം പക്ഷെ പുക ഇങ്ങനെ അല്പം പുറത്തു പോയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് മൊത്തം സക്കർ ഉപയോഗിച്ച് അവർ വലിച്ച് താഴേക്ക് വിടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഒരു വിതിൻ 1 hour എല്ലാം കൺട്രോളിലായി. അപ്പോഴേക്കും തന്നെ മെഡിക്കൽ കോളേജിലെ കംപ്ലീറ്റ് നമ്മുടെ കോഴിക്കോട് മറ്റു പല സ്ഥലത്തും ഇല്ലാത്ത പോലെ കുറെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരെല്ലാം നെറ്റ്വർക്ക് വഴി ബന്ധപ്പെട്ട് വളരെ വേഗം അവിടെ എത്തുകയും അവിടുത്തെ ആശുപത്രി ജീവനക്കാര്, സെക്യൂരിറ്റി ഇവരെല്ലാം ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയിലെ പേഷ്യൻസിനെ ഒക്കെ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയും അല്ലാത്തവരെ നേരെ അവരുടെ ICUവിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആംബുലൻസിൽ തന്നെ ബീച്ച് ആശുപത്രി പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കണ്ടൊരു കാഴ്ച അവിടെ ചെല്ലുമ്പോൾ. പക്ഷേ എല്ലാ പ്രൈവറ്റ് ആംബുലൻസുകളും എല്ലാവരും ആ സമയത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നതിന്റെ പേടിയും അതിനോടനുബന്ധിച്ചുള്ള തിരക്കും കാരണം ഉണ്ടായതല്ലാതെ ഇതാണ് അവിടെ സംഭവിച്ചത്. അതിനകത്ത് നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച് ബീച്ച് ആശുപത്രിയിൽ എല്ലാ തരത്തിലുള്ള സംവിധാനത്തിലും ഞങ്ങൾ കൂടിയുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഞങ്ങളുടെ ആംബുലൻസുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് നമ്മുടെ എല്ലാ മരുന്നുകള്, അതുപോലെ സ്ട്രെച്ചേഴ്സ്, സ്ക്രീൻസ്, ഇതുപോലെ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനുള്ള സംവിധാനവും കോഴിക്കോട് കോർപ്പറേഷനിലുണ്ട്. ഞങ്ങളുടെ എല്ലാ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലും ഇങ്ങനത്തെ കട്ടിലുകളുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഞങ്ങളെല്ലാം രാത്രി 10 വരെ അവിടെ ബീച്ച് ആശുപത്രി ഉണ്ടായി. ഞങ്ങളുടെ ഹെൽത്ത് വിഭാഗം എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ബീച്ച് ആശുപത്രി ഒരു വിഷമവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റു വാർഡുകളിൽ കൂടി ഈ സജ്ജീകരണം തയ്യാറാക്കാനുള്ള സംവിധാനം ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനുണ്ട്. അതെല്ലാം ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് ഇനി വരുന്ന കാഷ്വാലിറ്റിയിലുള്ള പേഷ്യൻസിനെയും ഇവിടെ നോക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ബീച്ച് ആശുപത്രിയിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ള അവസ്ഥ. മേയർ, അപ്പോഴും ഇന്ന് ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ സംസാരിക്കുന്നുണ്ട്. വികാരപരമായിരിക്കും പ്രതികരണം, എങ്കിൽ പോലും അവരായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്നത്. അവർ പറയുന്നത് ആ രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. എമർജൻസി ഡോറുകൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ അവരെ സഹായിക്കാൻ വന്നില്ല എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരണം സംഭവിച്ചത് ആശുപത്രി അധികൃതർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതിനു മുൻപ് മരണം സംഭവിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ നസീറ എന്ന് പറയുന്ന അവരുടെ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയല്ല, തിരിച്ചെത്തിച്ചതിന്